നമസ്കാരം. ഒരു കുട്ടിക്ക് വായന അറിവിന്റെ തുടക്കമാണ്. ഒരു യുവാവിന് വായന ദിശ കാണിക്കുന്ന വഴികാട്ടിയാണ്. ഒരു മുതിർന്നവർക്ക് വായന അനുഭവങ്ങളുടെ നിശബ്ദ അധ്യാപകനാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ കഥാനേരത്തിലേക്ക്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടില്ലേ, ഒരുപാട് വായിക്കാറുണ്ട്, പക്ഷേ എല്ലാം ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന്. ഇതേ പരാതി ഒരു കുട്ടി തൻ്റെ അച്ഛനോട് ചോദിക്കുന്നതിൽ നിന്നാണ് ഇന്നത്തെ കഥ ആരംഭിക്കുന്നത്. അവൻ ചോദിച്ചത് ഇങ്ങനെയാണ്: അച്ഛാ, അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ഒരുപാട് വായിക്കാറുണ്ടല്ലോ, പക്ഷെ എല്ലാം ഒന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ലല്ലോ എന്ന്. അച്ഛൻ അപ്പോ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ പിറ്റേ ദിവസം തൻ്റെ മകനെയും കൂട്ടി അച്ഛൻ ഒരു അരുവിയുടെ തീരത്തെത്തി. തെളിഞ്ഞ വെള്ളത്തിൽ അരുവി ഇങ്ങനെ മനോഹരമായി ഒഴുകുന്നുണ്ട്. അവിടെ വെച്ച് ചെളിയിൽ പൂണ്ടുകിടന്ന ഒരു അരിപ്പ അച്ഛൻ എടുത്തിട്ട് അത് മകന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇതിൽ കുറച്ച് വെള്ളം കൊണ്ടുവാടാ എന്ന്. അവൻ അത്ഭുതപ്പെട്ടു. ഇതിലെങ്ങനെ വെള്ളമെടുക്കാനാണ് അച്ഛാ, പോരാത്തതിന് നിറയെ ചെളിയും. അച്ഛൻ പറഞ്ഞു, നീ ശ്രമിക്കടാ, നടക്കാതിരിക്കില്ല. ആ അരിപ്പയായിട്ട് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. എങ്ങനെയെങ്കിലും അതിൽ കുറച്ച് വെള്ളം കോരാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. വെള്ളം ചോർന്നു പോകാതെ കൈകൊണ്ട് അടച്ചു പിടിച്ചും ചരിച്ചും മറിച്ചുമൊക്കെ അവൻ പഠിച്ച പണി 18 നോക്കി. നടക്കാതെ വന്നപ്പോൾ അരിപ്പയായിട്ട് അവൻ അച്ഛൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, പറ്റില്ല അച്ഛാ, ഇതിനകത്ത് വെള്ളം നിൽക്കില്ല. അച്ഛൻ ആ അരിപ്പ വാങ്ങിയിട്ട് മകനോട് ചോദിച്ചു, ഈ അരിപ്പയിൽ ആദ്യത്തേതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം നിനക്ക് കാണുന്നുണ്ടോ? അതിലെ ചെളിയെല്ലാം പോയി ഇത്തിരി തിളക്കം വെച്ചതായി അവൻ കണ്ടു. അത് അവൻ അച്ഛനോട് പറയുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു, ഇതാണ് മോനെ വായന കൊണ്ടുള്ള നേട്ടം. ഒന്നും ഓർമ്മയിൽ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓർമ്മയിൽ നിന്നെല്ലാം ഒലിച്ചു പോവുകയും ചെയ്തേക്കാം. പക്ഷെ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അതിലെ വാക്കും വരികളും നിന്റെ മനസ്സിലെ മാലിന്യത്തെയെല്ലാം നീ പോലും അറിയാതെ കഴുകിക്കളഞ്ഞുകൊണ്ടിരിക്കും. നിരന്തരമായ വായനയിലൂടെ നിന്റെ ചിന്തകളെല്ലാം ഇങ്ങനെ തിളങ്ങും. നല്ല കഥയല്ലേ? കുട്ടികളിലെ വായനാശീലം വളർത്താൻ വേണ്ടിയിട്ട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിറമുള്ള സ്വപ്നങ്ങളെയും ജീവിത പാഠങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നേറുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കുടുംബത്തിന്റെ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ വിടാം. താങ്ക് യു.